അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ സൂക്തമാണ് നാം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരിൽ ചിലർ ജിന്നുകളിൽ ചിലരോട് രക്ഷ തേടുന്നു, സഹായം തേടുന്നു, ശരണം തേടുന്നു എന്ന വിഷയമാണ് 6-ാമത്തെ സൂക്തത്തിലെ പരാമർശം. സമൂഹത്തിൽ ഇന്നും ഏറെ പരിഷ്കൃതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിലും ജിന്ന് ബാധയും ജിന്ന് ചികിത്സയുമൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് കാണാം. ചില അസുഖങ്ങൾ, കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള അസുഖങ്ങൾ, മനുഷ്യൻ്റെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ, ഇത്തരം അസുഖങ്ങളെക്കുറിച്ച് പൂർവ്വകാലം മുതൽക്ക് തന്നെ ചില സങ്കല്പങ്ങളുണ്ട്. ഇന്നും അത്തരം സങ്കല്പങ്ങൾ സമൂഹത്തിൽ തുടർന്നു വരുന്നുണ്ട്. മനസ്സുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ സ്വാഭാവികമായിട്ടും നിഗൂഢമായിരിക്കും. ശാരീരികമാകുമ്പോൾ അത് സ്കാനിങ്ങിലൂടെയും മറ്റും വ്യക്തമായിട്ട് മനസ്സിലാക്കാം. എന്നാൽ മനസ്സിനെ അസുഖം ബാധിക്കുമ്പോൾ, മനസ്സ് താളം തെറ്റുമ്പോൾ, അതിൻ്റെ കാരണം തിരിച്ചറിയാതെ പലപ്പോഴും വൈദ്യന്മാർ തന്നെ കുഴങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട്. രോഗിയുടെ പ്രവൃത്തികൾ കാര്യകാരണ ബന്ധത്തിലൂടെ ആണല്ലോ പൊതുവെ മനസ്സിലാക്കാൻ കഴിയാം. പക്ഷെ ഇത്തരം അസുഖങ്ങളിൽ ചിലപ്പോൾ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധ്യമല്ല. അങ്ങനെ രോഗത്തെ അദൃശ്യ ശക്തികളുടെ ബാധയായിട്ട്, അദൃശ്യ ശക്തികളുടെ ഇടപെടലായിട്ട് വ്യാഖ്യാനിക്കുന്നു. എന്നിട്ടോ രോഗിയെ പീഡിപ്പിച്ചിട്ട് ആ അസുഖം മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. ഈ രീതി അധിക മത അനുയായികളിലും നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഹൈന്ദവരിൽ ഭൂത പ്രേത ബാധ ഒഴിപ്പിക്കലാണ്, ക്രൈസ്തവരിൽ അത് ഭൂതത്തെ ഓടിക്കലാണ്, ഇനി മുസ്ലിങ്ങളിലാവട്ടെ ജിന്ന് വേട്ടയാണ്. ജിന്നിനെ അടിച്ച് പുറത്താക്കുന്ന പലതരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. എല്ലാം ഒരേ സങ്കല്പത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. ഒരാളുടെ മനസ്സ് ശിഥിലമാകുന്നതാണല്ലോ മനോരോഗം. മനസ്സിനെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല, യുക്തിഭദ്രമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല, കാര്യകാരണ ബന്ധവും പരിസരബോധവുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ് മനോരോഗം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരാൾ വ്യത്യസ്തമായ രണ്ട് വ്യക്തികളെ പോലെ ചിലപ്പോൾ പെരുമാറിയേക്കും. ഒന്ന് സ്വാഭാവികമായ അവസ്ഥ, മറ്റേത് വേറൊരാളായിട്ടുള്ള അവസ്ഥ. സ്ത്രീ ചിലപ്പോൾ പുരുഷ ശബ്ദത്തിൽ സംസാരിക്കുന്നു, പുരുഷൻ സ്ത്രീ ശബ്ദത്തിൽ സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അയാളിൽ മറ്റൊരാൾ ആവാഹിച്ചതാണ് എന്നാണ് പലപ്പോഴും നമ്മൾ കരുതുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇത്തരത്തിൽ ഭൂതപ്രേത പിശാചുക്കൾ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയും. അത്തരത്തിലുള്ള കഥകളൊക്കെ ഒരുപാട് നമുക്ക് കാണാം. ആധുനിക ശാസ്ത്രം ഈ അവസ്ഥയെക്കുറിച്ച് എന്താ പറയുന്നത്? സ്കിസോഫ്രീനിയ എന്നാണ് ഈ മനോരോഗത്തിന് നൽകുന്ന വെളിപ്പേര്. ഒരാളുടെ വ്യക്തിത്വം രണ്ടായി പിളർന്നു പോകുന്ന അവസ്ഥയാണത് എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. ഇതുപോലെ തന്നെയാണ് അപസ്മാരബാധയും ഭൂതബാധയാണ് എന്നാണ് പലപ്പോഴും അത് വിവരിക്കപ്പെട്ടിരുന്നത്. വനിതകളാണെങ്കിൽ, സ്ത്രീകൾ വല്ലാതെ ഒച്ചയിട്ട് ബഹളം വെച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറിപ്പോകുന്നതാണ്. എന്നാൽ അപസ്മാര രോഗത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നോടൊരിക്കൽ ചോദിച്ചു, സ്വർഗാവകാശിയായ ഒരു വനിതയെ ഞാൻ കാണിച്ചു തരട്ടെയോ എന്ന് ഒരു സ്ത്രീയെ ചൂണ്ടിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നോട് ചോദിച്ചു എന്ന് അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു പറയാണ്. എന്നിട്ട് പറയാണ്, ആ കാണുന്ന ആ കറുത്ത സ്ത്രീയിലെ അവരാണത്. ഞാൻ അപസ്മാരം ബാധിച്ച് വീണു പോകുന്നു, അപ്പോൾ എൻ്റെ വസ്ത്രം നീങ്ങിപ്പോകുന്നു, അതിനാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എന്ന് ഒരിക്കൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ അപസ്മാരം ബാധിച്ച് വീണു പോവാണ്, അപ്പോൾ എൻ്റെ വസ്ത്രങ്ങൾ നീങ്ങിപ്പോകുന്നു,
അതിനാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി പറഞ്ഞത്? നിനക്ക് ഇഷ്ടമാണെങ്കിൽ ക്ഷമിക്കൂ, പകരം സ്വർഗം ലഭിക്കും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ ക്ഷമിച്ചോളാം, കാരണം സ്വർഗമാണല്ലോ വലുത്. എന്നാൽ എൻ്റെ വസ്ത്രം നീങ്ങിയിട്ട് നഗ്നത വെളിവാകാതിരിക്കാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. അപസ്മാരമാണ്, എവിടെയെങ്കിലൊക്കെ വീണു പോയാൽ നഗ്നത വെളിപ്പെടുന്നത് മറ്റുള്ളവർ കാണുമല്ലോ എന്നുള്ള പേടിയാണ്. അപ്പോൾ അവിടുന്ന് അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് ആ സംഭവം. അപസ്മാരം സുഖപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂതത്തെ ആട്ടി ഓടിച്ചോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. കാരണം അതൊരു രോഗമാണ്, ക്ഷമിച്ചാൽ പ്രതിഫലമുണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. ജിന്ന് ബാധ വിഷയത്തിൽ പലപ്പോഴും അവലംബമാക്കുന്ന പ്രവാചക വചനങ്ങൾ സൂക്ഷ്മ പരിശോധനയിൽ ദുർബലമാണ് എന്നാണ് പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുള്ളത്. കേട്ടുകേൾവിയിലൂടെ പലതും പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഇതര മതസമൂഹങ്ങളിലെ പല ചിന്താഗതികളും മുസ്ലിം സമുദായം അനുകരിച്ച് അങ്ങനെ താരതമ്യം ചെയ്തുകൊണ്ട് നമുക്കിടയിലും അത്തരം പ്രചരണങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഇസ്ലാം ഇത്തരം അന്ധവിശ്വാസങ്ങളെ ഉൾക്കൊള്ളുന്നേയില്ല. ബുദ്ധിയും യുക്തിയും ശാസ്ത്രീയതയും ഉപയോഗപ്പെടുത്തിയിട്ട് മഹനീയമായ ഒരു നാഗരികത കെട്ടിപ്പടുക്കാനാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചനം നേടുവാനാണ് ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുസ്ലിം സമുദായവും ഈ അബദ്ധങ്ങളെ മുഴത്തിന് മുഴമായിട്ട് ചാണിന് ചാണായിട്ട് പിന്തുടരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ, ദൈവദാസരെ, രോഗങ്ങൾക്ക് ഔഷധം സേവിക്കൂ. എന്ത് രോഗത്തിനും അള്ളാഹു ഔഷധം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ചിലർക്ക് അറിയാം, ചിലർക്ക് അറിയില്ല എന്ന് മാത്രം. എന്നാൽ വാർദ്ധക്യത്തിന് മരുന്നില്ല. ഇമാം ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്, ഒരു ഹദീസാണ്, പ്രവാചക വചനമാണ് എന്ന് കാണാം. അതിനാൽ ജിന്ന് ബാധ സങ്കൽപ്പിച്ച് ജിന്നിനോട് ശരണം തേടൽ ഇസ്ലാമിക അടിത്തറകൾക്ക് തികച്ചും വിരുദ്ധമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന 6-ാമത്തെ സൂക്തത്തിൽ റിജാലും മിനൽ ഇൻസ് എന്നുണ്ട്, മനുഷ്യരിലെ ചിലർ. അതേപോലെ റിജാലും മിനൽ ജിന്ന് എന്നൊരു പ്രയോഗമുണ്ട്, ജിന്നുകളിലെ ചിലർ ഇതിനെ തെറ്റിദ്ധാരണപൂർവ്വം വ്യാഖ്യാനിക്കുന്നുണ്ട്. യഥാർത്ഥ ഉദ്ദേശം ജിന്നുകളിൽ ചിലർ എന്നാണ്. പക്ഷേ ജിന്നുകളിലെ പുരുഷന്മാരാകാം എന്നും വ്യാഖ്യാനമുണ്ട്. ജിന്നുകളിൽ സ്ത്രീ പുരുഷന്മാർ ഉണ്ടാവണം, അവരിലും സന്തതി പരമ്പരകൾ ഉണ്ടാകുന്നുണ്ടല്ലോ, ആ നിലയ്ക്ക് അവരിലും ലിംഗഭേദമുണ്ടാവണം, ആണും പെണ്ണും ഉണ്ടാവണം എന്നുള്ളതാണ്. അതേസമയത്ത് ഖുർആനിൽ തന്നെ റിജാൽ എന്ന പ്രയോഗം ആളുകൾ, മനുഷ്യർ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പൊതുവായിട്ട് പ്രയോഗിച്ച സന്ദർഭങ്ങൾ നമുക്ക് കാണാം. മിനൽ മുഅ്മിനീന റിജാലുൻ, സൂറത്തുൽ അഹ്സാബിൽ വിശ്വാസികളിൽ ചില തൻ്റെടമുള്ള ആണത്തമുള്ള ചിലരുണ്ട് എന്ന നിലയ്ക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ജിന്ന് എന്ന് പറയുമ്പോൾ മനുഷ്യരിൽ തന്നെ അപരിഷ്കൃതരായ ഒരു വിഭാഗമാണ്, ജിന്ന് പ്രത്യേക സൃഷ്ടിയല്ല എന്നൊക്കെയാണ്. അതിന് ഇസ്ലാമികമായി ഖുർആനികമായിട്ട് യാതൊരു പിൻബലവും നമുക്ക് കാണാൻ കഴിയില്ല. അതേസമയം റിജാലും മിനൽ ജിന്ന് എന്നത് ജിന്നുകളിലും ആൺപെൺ വർഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പല അവ്യക്തതകളെയും മറികടക്കുവാൻ തീർച്ചയായിട്ടും ഈ സൂക്തം നമുക്ക് പ്രയോജനപ്പെടേണ്ടതുണ്ട്. തുടർന്ന് 7-ാമത്തെ സൂക്തത്തിൽ ജിന്നുകൾ തങ്ങളുടെ സമൂഹത്തോട് നടത്തിയിട്ടുള്ള സംഭാഷണം തുടരുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഅന്നഹും ളന്നൂ കമാ ളനൻതും അല്ലൻ യബ്അസല്ലാഹു അഹദാ. വഅന്നഹും നിശ്ചയം അവർ, ലന്നു അവർ വിചാരിച്ചു, കമാ ലനന്തും നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ, അൻ എന്തെന്നാൽ ലൻ യബ്അസല്ലാഹ് അല്ലാഹു തആല അയക്കുകയില്ല, ഒരിക്കലും അയക്കുകയില്ല എന്ന്, അഹദൻ ആരെയും അയക്കുകയില്ല എന്ന്. ബഅസ യബ്അസു
നിയോഗിച്ചു, അയച്ചു എന്നർത്ഥമുണ്ട്. അതേപോലെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന ആശയത്തിലും ഇതേ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ജിന്നുകളാണല്ലോ സംസാരിക്കുന്നത്. ജിന്നുകൾ മനുഷ്യരെ കുറിച്ച് പറയാണ്, വ അന്നഹും ലന്നു, നിശ്ചയം ഈ മനുഷ്യർ വിചാരിച്ചു, കമാ ലനന്തും, നിങ്ങൾ അഥവാ ജിന്നുകൾ വിചാരിച്ചതുപോലെ. എന്താണ്? അല്ലൻ യബ്അസല്ലാഹു അഹദ, അള്ളാഹു ആരെയും നിയോഗിച്ചിട്ടില്ല, നിയോഗിക്കുകയില്ല എന്ന് മനുഷ്യരും വിചാരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിന് മുമ്പ് അവർ പ്രവാചകനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ചില തെറ്റുധാരണകളാണ് വെച്ചു പുലർത്തിയിരുന്നത്. മനുഷ്യരെ പോലെ, മനുഷ്യരും അങ്ങനെയാണ്. ഇപ്പോൾ മക്കയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നില്ല. ഇതേപോലെ ജിന്നുകളായ നിങ്ങളും ഇങ്ങനെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം എന്ന് ഖുർആൻ കേട്ട ഈ ജിന്നുകളുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതേസമയം ഈ സൂക്തത്തിന് മറ്റൊരു വ്യാഖ്യാനം നൽകപ്പെടുന്നത് അല്ലൻ യബ്അസല്ലാഹു അഹദ, അള്ളാഹു ആരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല എന്ന് ധരിച്ചുപോയി എന്നാണ്. അങ്ങനെയും ഒരു വ്യാഖ്യാനമാകാം പരലോക നിഷേധവുമായി ബന്ധപ്പെട്ട്. അതേ സമയത്ത് ഇവിടെ ഇനി വരാൻ പോകുന്ന ചർച്ചയോട് ചേർന്ന് നിൽക്കുന്നത് അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിക്കുകയില്ല എന്ന് മനുഷ്യർ കരുതിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ജിന്നുകളായ നമ്മളും കരുതിപ്പോയിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇനി വരാൻ പോകുന്നത്. വാനലോകത്ത് പെട്ടെന്നുണ്ടായ ജാഗ്രതയുണ്ടല്ലോ, ആ ജാഗ്രതയുടെ കാരണം അന്വേഷിച്ചാണ് ജിന്നുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ആകാശ കവാടങ്ങൾ ജിന്നുകൾക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കാരണം തേടി വന്നതാണ്. എന്താ കാരണം? ഭൂമിയിൽ ഒരു പ്രവാചകൻ ആഗതനായിരിക്കുന്നു. ആ പ്രവാചകന് ദിവ്യ വെളിപാട് വാനലോകത്ത് നിന്ന് അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റാരും ഒരു വിധത്തിലും കട്ട് കേൾക്കരുത്, രഹസ്യം ചോർത്തരുത് എന്ന നിലക്കാണ് വാനലോകം ഭദ്രമാക്കപ്പെട്ടത് എന്ന് ഈ ജിന്നുകൾ തിരിച്ചറിയാണ്. അതിനാൽ ഒരു പ്രവാചകൻ ഭൂമിയിൽ ആഗതനായിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നേരത്തെ കേട്ട വചനത്തിൽ നിന്ന് അതാണ് ബോധ്യമാകുന്നത് എന്ന് വിശ്വാസികളായ ജിന്നുകൾ അവരുടെ സമൂഹത്തിൽ ചെന്നുകൊണ്ട് പറഞ്ഞുകൊടുത്ത കാര്യമാണ് 7-ാമത്തെ സൂക്തത്തിലെ ആശയം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വചനങ്ങളുടെ പൊരുൾ യഥാവിധി ഉൾക്കൊള്ളുവാൻ ജിന്നുകളുടെ ഈ സംഭാഷണത്തിൽ നിന്ന് മനുഷ്യരായ നമുക്ക് ധാരാളം പ്രചോദനം ലഭിക്കുന്നുണ്ട്, സത്യത്തെ അറിയുവാനും പ്രവാചകത്വത്തെ അംഗീകരിക്കുവാനും. ആ നിലയിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.